ഇത് നല്ല ഡിമാൻഡ് ഉള്ള ഒരു സൽവാർ സെറ്റായിരുന്നു കേട്ടോ. ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്തപ്പോഴാണെങ്കിലും ഇതിൻ്റെ ഒരു ബ്ലൂ ആണ് ഇട്ടിരുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കോംബോയിലുള്ളതായിരുന്നു. ബ്ലോക്ക് പ്രിൻസ് ആണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ എൻ്റെ ആ മെറ്റീരിയലിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് ഈ മെറ്റീരിയലിന് വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രോഷ്യോ ലേസസ് ആണ്. ക്രോഷ്യോ ലേസസിൽ ഈ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്സും കൂടെ ഇതിനകത്ത് ഡൈയിങ്ങിൽ അവർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്ക് പ്രിൻസ് ഉണ്ട്, പിൻടക്സ് ഉണ്ട്, കോട്ട ചെക്സിലാണ്. ദുപ്പട്ട മറ്റതിൻ്റെ പോലെ തന്നെ ഇത് കണ്ടോ, ഷിഫോൺ ഡിജിറ്റൽ പ്രിൻറ്റ് ദുപ്പട്ടയാണ്. പ്ലസ് ഈ ലേസസിൽ ഇത് കണ്ടോ, ക്രോഷ്യോ ലേസസിൽ കളർ ആഡ് ഓൺ ചെയ്ത് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഞാൻ ഇട്ടിരുന്ന സൽവാർ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ആയിരുന്നെങ്കിൽ ഇതിനകത്ത് ആ ലാവൻഡർ കയറിയപ്പോൾ സൂപ്പർബ് ഒരു പീസായി. താഴെ ഉള്ളിരിക്കുന്ന ദാമനിലുള്ള ലേസസിൻ്റെ ആണെങ്കിലും അപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് വന്നിരിക്കുന്നത് കണ്ടോ, ഒരെണ്ണം ബ്ലൂ ആണ്, ഒരെണ്ണം പിങ്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആണെങ്കിലും നല്ലൊരു പീസാണ്. നമ്മൾ നോക്കുമ്പം എല്ലാവരും ചോദിച്ചു പോലെ ഇത് അനു ചെയ്തതാണോ എന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു അല്ല, സൽവാർ സെറ്റായിട്ട് വന്നിരിക്കുന്നത്. നാച്ചുറലി ഇപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രവണത റണ്ണിങ് മെറ്റീരിയൽ ആണെന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. പക്ഷേ സൽവാർ മെറ്റീരിയൽസിൽ നല്ല ഭംഗിയുള്ള പീസസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ ദുപ്പട്ടയിൽ കണ്ടോ, അത് തന്നെയാണ് ബോട്ടം പ്രിൻസും വന്നിരിക്കുന്നത്. ദാമനിൽ വന്നിരിക്കുന്ന വർക്കും അതിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. നല്ലൊരു പീസാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു ബാപ്റ്റിസത്തിനൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിലും കോട്ടൺസ് ഇഷ്ടമുള്ളവർക്ക് ബ്യൂട്ടിഫുൾ പീസാണ്. താങ്ക് യു.